അങ്ങനെ ഒരു വാർത്തയുണ്ട്. പക്ഷെ അതിലെന്തെങ്കിലും ഈ രാമായണത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള അത് നമ്മൾ ഒരുപാട് വിഷ്വൽസിൽ കണ്ടിട്ടുണ്ടല്ലോ രാമായണം. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും നിനക്ക് അതിന് ഫീൽ ചെയ്തോ? രാമായണം ഒരുപക്ഷെ അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ സീന് കണ്ടാലും നമ്മൾ രാമായണം വായിക്കുമ്പോൾ ഉള്ള ഒരു ഫീല് നമുക്ക് കിട്ടും. അത്രയ്ക്ക് നന്നായിട്ട് കാടെല്ലാം നന്നായി കവർ ചെയ്തിട്ടുണ്ട്. ആതിരപ്പള്ളി വാട്ടർഫാൾസ് കവർ ചെയ്തിരിക്കുന്നത് ഒരു അതിന്റെ ഭംഗി, കാടിന്റെ ഭംഗി ഏറ്റവും നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് മണിരത്നം. പിന്നെ നമ്മുടെ ഐശ്വര്യ പോലെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടർ ഇതുപോലെ ഇങ്ങനെ കാടിലും അതിലൊക്കെ ഇങ്ങനെ അഭിനയിക്കാനായിട്ട് മുന്നോട്ട് വന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഒരു അല്ലേ, അത് അവരത് സമ്മതിച്ചത് ഏറ്റവും വലിയൊരു നല്ല കാര്യം തന്നെയാണ്. ഐശ്വര്യ റായിന്റെ നല്ലൊരു ഡാൻസും ഉണ്ട്. എനിക്ക് കാണണമെന്നുണ്ട്, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല, കാണണം. അതിൽ മാത്രമല്ല ഹിന്ദി വേർഷനും വളരെ നന്നായിട്ടുണ്ട്. അതില് ഇനിയൊരു വളരെ രസകരമായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ തമിഴിൽ രാവണന്റെ ക്യാരക്ടർ കൊണ്ടുവന്ന വിക്രമാണ് ഹിന്ദിയിൽ രാമന്റെ കഥാപാത്രം അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ അടുത്തിടെ ഒരു മാഗസൈൻസിൽ പൃഥ്വിരാജ് പറയുന്നുണ്ട്, അതായത് ഇപ്പോൾ മണിരത്നം രാമൻ എന്നുള്ള കഥാപാത്രത്തെ ഉൾക്കൊണ്ടിട്ടാണ് പൃഥ്വിരാജിൻ്റെ ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകിതദാസ് ചെയ്ത ഒരു ഫിലിം ചക്രം എന്ന ഫിലിമിൻ്റെ പേര് ഇത്തിരി പഴയ ഫിലിമാണ്. അതിൽ തന്നെ ലോകിതദാസും സെയിം ഇത് തന്നെ ഈ ഒരു രാമനെ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് ആ ഫിലിം ചെയ്തതെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ആയിരിക്കാം. പക്ഷെ രാമായണത്തിനെ ബേസ് ചെയ്ത് രാമനെ ബേസ് ചെയ്തിട്ട് വന്ന ക്യാരക്ടർ സ്കെച്ചിങ് രാവണനിൽ തന്നെയാണ് നന്നായി വന്നിരിക്കുന്നത്. ഹിന്ദി വേർഷനും മലയാളം വേർഷനും അല്ല, സോറി തമിഴ് വേർഷനും നീ കണ്ടായിരുന്നു? ഇല്ല, തമിഴ് വേർഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഹിന്ദി വേർഷൻ ഇനി കാണണം. ഇനി മിമിക്രിയിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ നമ്മുടെ സ്വന്തം ദിലീപ് ഏട്ടൻ്റെയും നാദിഷ ചേട്ടനെയും സലീം കുമാർ ചേട്ടനെയും നല്ലൊരു സ്കിറ്റ് കാണാം.